തൃശൂർ അകമലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. മേഖലയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 3:30 മണിയോടെയാണ് റെയിൽവേ ട്രാക്കിന് സമീപം കാട്ടാന ഇറങ്ങിയത്. സൂരജ് സജി കാട്ടാനയുടെ കഥയുമായി വരുന്നു. ഗുഡ് മോർണിംഗ് സൂരജ്. സൂരജ് ഒരു ആന സ്പെഷ്യലിസ്റ്റായിട്ട് മാറി എന്ന് ആളുകൾ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അകമലയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം കാട്ടാന ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് തൃശ്ശൂരിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത. ഇത് ഈ ഉത്രാളിക്കാവിന് പുറകുവശത്താണ്. അത് ഈ പലപ്പോഴും ആന കഴിഞ്ഞ ഈ സമയമൊക്കെ ആകുമ്പോൾ ആന ഒരു തവണ റെയിൽവേ ട്രാക്കിലൊക്കെ വരികയൊക്കെ ചെയ്തതാണ്. അന്ന് വലിയ ആശങ്കയൊക്കെ പ്രകടിപ്പിച്ച് ഈ മേഖലയിൽ ഒരു സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുകയും ചെയ്തു. പക്ഷേ ഒരാഴ്ച മുമ്പ് ഈ സോളാർ ഫെൻസിംഗിലേക്ക് ഒരു മരം വീഴുകയും അതിനുശേഷം ഈ കാട്ടാന ഈ മേഖലയിലേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെ ഈ റെയിൽവേ ട്രാക്കിന്, അതായത് പുലർച്ചെ 3:30 എത്തിയ ആന റെയിൽവേ ട്രാക്കിന് സമീപം വരെ എത്തിയിട്ട് അവിടെ നിന്ന് മടങ്ങി. പക്ഷേ ഈ ആന പോയ വഴിയിലെല്ലാം തന്നെ വ്യാപക കൃഷിനാശമാണ് വരുത്തിയിരിക്കുന്നത്. 2 കുടുംബങ്ങളുണ്ടായിരുന്നു. അവരുടെ കൃഷിത്തോട്ടം ആകെ ആന നശിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതിൽ വാഴയുണ്ട്, കവുങ്ങുണ്ട്, തെങ്ങുണ്ട്, അങ്ങനെ സകലതും ആന നശിപ്പിച്ചു എന്ന് ഈ പ്രദേശവാസികൾ പറയുന്നു. ഈ സോളാർ ഫെൻസിംഗ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് ഈ മരം വീണ് തകരാർ സംഭവിച്ചതാണ് ഈ പ്രതിസന്ധിക്ക് ഇടയാക്കിയിരിക്കുന്നത്. അത് പരിഹരിച്ചില്ലെങ്കിൽ തുടർച്ചയായി കൂടുതൽ ആനകൾ ഈ മേഖലയിലേക്ക് എത്തും എന്ന ആശങ്ക കൂടി ഇവരെ സംബന്ധിച്ചുണ്ട്. പ്രത്യേകിച്ച് ഉത്രാളിക്കാവിന് പുറകുവശമാണ്. ഏറെ ട്രെയിനുകൾ പാസ് ചെയ്യുന്ന ഒരു മേഖലയാണ്. ഈ റെയിൽവേ ട്രാക്കിലേക്ക് ആന എത്തിയാൽ അത് ഈ റെയിൽ ഗതാഗതത്തെ അടക്കം ബാധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്ന.